മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഞാൻ അസ്ട്രോളജർ ഗണപതിയിലെ മോഹൻദാസ്. 2026 വ്യാഴമാറ്റ ഫലപ്രവചനങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന നക്ഷത്രം പൂരട്ടാതി നക്ഷത്രമാണ്. പൂരട്ടാതി നക്ഷത്രം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള നക്ഷത്രമാണ്. പൂരട്ടാതി പിറന്ന പുരുഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? പൂരട്ടാതി പിറന്ന പുരുഷൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമാണ്. ആണുങ്ങൾ പൂരട്ടാതി നക്ഷത്രക്കാരായിട്ട് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആണുങ്ങളിൽ തന്നെ ഒന്നാമനായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. വലിയ ദാനധർമ്മമുള്ള ആൾക്കാരാണ്, ആരുടെ കൂടെ എന്ത് കാര്യത്തിനും സഹകരിക്കുന്ന ആൾക്കാരാണ്, ഒത്തിരി കൂട്ടുകാരുള്ള ആൾക്കാരാണ്, വലിയ സ്വാർത്ഥതയൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. മധ്യവയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെട്ട് മുകളിലേക്ക് കയറി വരും. എല്ലാ കാര്യത്തിനും അഭിപ്രായം ഉണ്ടാവും, ആരും ഒരു വിധേയത്വം ഉണ്ടാവില്ല, ആർക്ക് എന്ത് സഹായം ചെയ്തു കൊടുക്കും. അങ്ങനെയൊക്കെ നല്ല മനുഷ്യരാണ് പൂരട്ടാതി നക്ഷത്രക്കാർ. പൂരട്ടാതി 2 കൂറുകളിലായിട്ടാണ്, ഒന്ന് കുംഭവും മീനും. അപ്പോൾ ഈ 2 കൂറിലുള്ള ആൾക്കാർക്ക് തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമോ വ്യാഴമാറ്റത്തിന് എന്ന് ചോദിച്ചാൽ 2 കൂറിലുള്ള ആൾക്കാർക്കും വളരെയധികം ഡിഫറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ കാര്യം പ്രത്യേകമായിട്ട് ഓരോ നക്ഷത്ര അടിസ്ഥാനത്തിൽ തന്നെ പറയണത്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം കുംഭം, മീനം, മേടം, എടവം, മിഥുനം 5ാം ഭാഗത്തായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ 2025 കാലഘട്ടത്തിലൊക്കെ ഒരുവിധം വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂടുതൽ 7 ശനിയുടെ ഉപദ്രവമുണ്ട്. എങ്കിലും ശത്രുക്ഷേത്രമായിട്ടുള്ള കുംഭത്തിലാണ് യാത്ര ചെയ്തതെന്നുണ്ടെങ്കിലും 9ലാണ് സ്ഥാനം എന്നുള്ളത് കൊണ്ട് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെയും ഒരുവിധമൊക്കെ മാനാഭിമാനം പാലിച്ചുകൊണ്ട് മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരായിരുന്നു കുംഭക്കൂറുകാർ, പൂരട്ടാതി നക്ഷത്രക്കാർ. പക്ഷേ ജൂൺ 2-ാം തീയതി മാറിയ വ്യാഴമാറ്റത്തോടു കൂടി അവർക്ക് 6ാം ഭാഗത്തേക്ക് വ്യാഴം വന്നു. 2026 ജൂൺ 2-ാം തീയതി കർക്കിടകത്തിലേക്ക് 6ലേക്ക് വരുന്നു. 2026 തന്നെ 10ാം മാസത്തോടുകൂടി വ്യാഴം അതിചാരം എന്ന് പറഞ്ഞൊരു വൈഭവത്തോടെ, ഒരു പ്രാവശ്യം വ്യാഴം ഒരു രാശി കഴിയണമെന്നുണ്ടെങ്കിൽ 1 വർഷം വേണം. പെട്ടെന്ന് 2 രാശിയൊക്കെ മുമ്പോട്ട് പോയതായിട്ട് തോന്നിക്കുകയാണെന്ന് പറയണു. തോന്നിക്കുക തന്നെയാണത്. ആ ഒരു പരിപാടിക്ക് അതിചാരം എന്നാണ് പറഞ്ഞത്. അതിചാരം, മുമ്പോട്ടുള്ള കുതിപ്പിന് പറഞ്ഞ അതിചാരം. അങ്ങനെ അതിചാരം എന്നുള്ള വൈഭവത്തിൽ കൂടെ വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വരും. അങ്ങനെ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ കുംഭക്കൂറുകാർക്ക് 7ാം ഭാഗത്തേക്കാവും വ്യാഴം. 2027 ജനുവരി അവസാനത്തോടെ വീണ്ടും കർക്കിടകത്തിലേക്ക് വരും. അതിനുശേഷം 2027 ജൂൺ 26-ാം തീയതി കൂടി വീണ്ടും ചിങ്ങത്തിലേക്ക് തന്നെ തിരിച്ചു പോകും. അതാണ് ഈ തവണത്തെ വ്യാഴത്തിൻ്റെ യാത്രയുടെ പ്രത്യേകത. അപ്പോൾ കുംഭക്കൂറുകാർക്ക് ആദ്യമായിട്ട് 5ാം ഭാഗത്തു നിന്ന് 6ലേക്കാണ് വരുന്നത്. 6, 8, 12 ഒക്കെ നെഗറ്റീവ് രാശികളാണ്. കലഹമാണ് പൊതു സ്വഭാവം. വളരെ മാന്യവും മനോഹരവുമായിട്ടൊക്കെ ഉണ്ടായിരുന്ന ബന്ധങ്ങളിലും പ്രവൃത്തികളിലൊക്കെ പെട്ടെന്നൊരു കലഹം, കാരണമില്ലാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ വഴക്കുകളുണ്ടാവും. വലിയ വലിയ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ യാതൊരു കാര്യമില്ലാതെ ഞാൻ എന്തായിരിക്കും അത്രമാത്രം അവരോട് പറഞ്ഞേ അവർക്കെന്നെ വഴക്കുണ്ടാക്കാൻ എന്ന് നമുക്ക് തോന്നും. നമുക്കത് തോന്നില്ല, പക്ഷെ മറ്റവർക്ക് വളരെ ഫീലിങ്സ് ആവും. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്നൊരു തടസ്സം വരും. വ്യാഴം സമ്പത്തിൻ്റെ കാരകനാണ്. അനുവദിച്ചേക്കുന്ന ലോണുകൾ ചിലപ്പോൾ വേറെ വെരിഫിക്കേഷൻ വയ്ക്കും ബാങ്ക്. എങ്ങനെയായാലും കിട്ടുന്ന ആഴ്ച തിരിച്ച് കൊടുത്തിരുന്ന പൈസകൾ തിരിച്ചു കിട്ടാൻ താമസിക്കും. അല്ലെങ്കിൽ അവിടെ ചെന്നാൽ ഇച്ചിരി പൈസ കിട്ടുന്ന മോഹിച്ച് അല്ലെങ്കിൽ പ്രതീക്ഷിച്ച് പോയി കഴിയുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആ പൈസ പെട്ടെന്ന് വേറൊരു ഭാഗത്തേക്ക് മറിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നടക്കില്ല, 10 ദിവസം കഴിഞ്ഞ് ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ മാതിരിയുള്ള വർത്തമാനം കേൾക്കേണ്ടതായിട്ട് വരും. വ്യാഴം സന്താനകാരകനാണ്. മക്കളെ സംബന്ധിച്ചിടത്തോളം അത്ര ഇഷ്ടമല്ലാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ, പരീക്ഷയ്ക്ക് മാർക്ക് കുറയുകയോ, അഡ്മിഷൻ കിട്ടാതിരിക്കുകയോ, നല്ല ജോലി കിട്ടാതിരിക്കുകയോ, അല്ലെങ്കിൽ കിട്ടിയ ജയിലിൽ കൊണ്ട് കളയുകയോ, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തൊരു കല്യാണത്തിന് വേണ്ടി അച്ഛനും അമ്മയൊക്കെ പറഞ്ഞ് കേൾക്കാതെ അങ്ങനെയൊക്കെ തയ്യാറാവുക. അങ്ങനെ അതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടൊക്കെ മക്കളിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളുണ്ടാവും. 6ാം ഭാവത്തിൻ്റെ രീതി ചുരുക്കത്തിൽ പറഞ്ഞാൽ രോഗം, ശത്രു, കടന്നാണ്. പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് ആശുപത്രി കേസൊക്കെ വന്ന് കാശ് ചിലവാകാൻ ഇടയായിക്കോളുന്നില്ല, ഇടയാവാം. അതുപോലെ തന്നെ അപ്രതീക്ഷിത ശത്രുക്കളുണ്ടാവാം. അതുപോലെ തന്നെ യാതൊരു ആവശ്യമില്ലാതെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് കടത്തിലൊക്കെ വല്ല ഹോം അപ്ലയൻസസ് മേടിക്കാനോ അല്ലെങ്കിൽ ഇതേ ഒരു പെരയും കൂടിയും കിട്ടാനുണ്ട്
വളരെ ലാഭമായിട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഏതെങ്കിലും ബ്രോക്കർമാരാൽ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടോ എന്നുവെച്ചാൽ ഈ കാര്യത്തിന് ചിലവാക്കുന്നത് പ്രത്യേകതയുണ്ട്. ഇത് ഗുണകരമായിട്ടുള്ള കാര്യത്തിനാവില്ല ചിലവാക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച മാതിരിയൊന്നും ആയിക്കോളുന്നില്ല. പൈസയൊക്കെ ചിലവാക്കി സംഭവം കൈ കിട്ടിക്കഴിയുമ്പോഴാണ് മനസ്സിലാവണേ ഈ പറഞ്ഞ പൈസയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ. അങ്ങനെ മനസ്സ് വിഷമിക്കാനിടയായി, പണച്ചെലവ് കൊണ്ട് മനസ്സ് വിഷമിക്കാനിട ആവുക, ശത്രുത ഉണ്ടാവുക, കടത്തിൽ ചെന്ന് വിടുക, ഇതൊക്കെയാണ് 6 നീക്കുമ്പോൾ. അപ്പോൾ ഈ 2026 തന്നെ 10ാം മാസത്തിൽ 7ലേക്ക് പോവും, ചിങ്ങത്തിലേക്ക് പോവും. 7ാം ഭാഗത്ത് വരുമ്പോഴോ ഈ 6ാം ഭാഗത്ത് വെച്ചുണ്ടായ ക്ഷീണത്തിനൊക്കെ ഒരു കുറവ് വരും. പെട്ടെന്ന് ഒരു സമാധാനത്തിൻ്റെ ഒരു ചെറിയ കുളിർക്കാറ്റ് വീശും. ജപ്തി പോലുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇപ്പോണ്ടെങ്കിൽ അതിനൊക്കെ പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പാകത്തിനുള്ള ഒരു വകുപ്പ് അതിനോടൊരു രക്ഷാമാർഗം നമ്മുടെ കയ്യിൽ വരും. രോഗങ്ങൾ, വലിയ രോഗങ്ങളാന്നൊക്കെ പറഞ്ഞ് പേടിച്ച് ഒരാശുപത്രിയിലൊക്കെ പോയി കഴിയുമ്പോൾ ടെസ്റ്റിൻ്റെ ഒക്കെ റിസൾട്ട് വരുമ്പോൾ അത് വലിയ കാര്യമില്ലാണ്ടാവും. മകൾക്കുടെ വിവാഹം എന്താണെന്നൊക്കെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഇപ്പം നടക്കില്ല എന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ കൊള്ളാവുന്ന ഒരു കല്യാണം വന്ന് കയറാം. അതുപോലെ കല്യാണം കഴിക്കേണ്ടതായിട്ടുള്ള ആൾക്കാർ, വിശാഖ നക്ഷത്രക്കാർ പല പ്രായത്തിലുള്ളവരുണ്ടല്ലോ, അവർക്കൊക്കെ പെട്ടെന്നൊരു കല്യാണമോ കാര്യങ്ങളൊക്കെ 7ാം ഭാഗത്തേക്ക് വരും. 3-4 മാസം അവിടെ നിൽക്കണോളൂ. പക്ഷേ ആ സമയത്ത് ഈ 6ാം ഭാഗത്ത് നിന്നുകൊണ്ടുള്ള സർവത്ര തീരുള്ള പ്രശ്നങ്ങളും തീരും. അങ്ങനെ അത്ഭുത സമയമായിരിക്കും. വീണ്ടും കർക്കിടകത്തിലേക്ക് വരുമ്പോൾ 6ന്റെ കുറെ സ്വഭാവമൊക്കെ കാണിക്കും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുംഭക്കൂറുകാർക്ക് ഈ വർഷത്തിന്റെ ആദ്യവും അവസാനവും കുഴപ്പമുള്ള സമയവും മധ്യസമയം വലിയ തിരക്കായിട്ടില്ലാതെ പോണവരുമായിരിക്കും. അടുത്തത് മീനക്കൂറുകാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തവണ കുറച്ചൊക്കെ ഭാഗ്യവാന്മാരാണ്. അവർക്ക് 5ാം ഭാഗത്തേക്കാണ് വ്യാഴം ചെന്ന് കയറുന്നത്. 5, 9 ഒക്കെ വ്യാഴത്തിന് ഏറ്റവും ഇഷ്ടമുള്ള രാശികളാണ്. കൂടുതൽ സഹായവും ദൈവിക ഗുണങ്ങളൊക്കെ കിട്ടുന്ന രാശിയാണ്. 5 എന്ന് പറഞ്ഞാൽ തന്നെ സന്താന ഭാഗ്യം എന്നുള്ളതാണ്. ഒത്തിരി പേര് വിവാഹമൊക്കെ കഴിഞ്ഞ് പുത്ര ഭാഗ്യം ഇല്ലാതെ ഓരോ ഹോസ്പിറ്റലുകളൊക്കെ പോയി മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവർക്ക് പെട്ടെന്ന് പുത്രഭാഗ്യം ഉണ്ടാവും, ഗർഭം ഉണ്ടാവും, ഭാര്യമാർക്ക് ഗർഭം ഉണ്ടാവും. വളരെ പേടിച്ചൊക്കെ വലിയ റെസ്റ്റ് എടുത്തൊക്കെ വേണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന കേസൊക്കെ വളരെ സിമ്പിളായിട്ട് ഓപ്പറേഷനൊന്നും കൂടാതെ സുഖപ്രസവമൊക്കെ സംഭവിക്കും. 5ാം ഭാഗത്ത് ഈ വ്യാഴം നിൽക്കുമ്പോൾ ഏറ്റവും വലിയ സന്താന ഭാഗ്യം തന്നെയാണ്. സമ്പത്തിൻ്റെ കാര്യമാണ് വ്യാഴം. പെട്ടെന്ന് പൈസയൊക്കെ കിട്ടാത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഇത്ര നാളും ചോദിച്ചുകൊണ്ടും അന്വേഷണം നടന്ന ഭാഗത്തു നിന്നൊക്കെ കിട്ടാത്ത സ്ഥലത്തു നിന്ന് പോലും പെട്ടെന്ന് കുറച്ച് പൈസയൊക്കെ ഇത് വരാൻ, ലോണോ ചിട്ടിയോ അങ്ങനെയുള്ള രീതികളൊക്കെ വരാൻ സാധ്യത ഉണ്ടാവും. കച്ചവടം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർക്ക് ബിസിനസ്സിനൊക്കെ പെട്ടെന്നൊരു പുരോഗതി ഉണ്ടാക്കും. അതുപോലെ മക്കളെ കൊണ്ട് സുഖം, ബിസിനസ്സിൽ സുഖം, സാമ്പത്തികമായിട്ടുള്ള ലാഭം. അപ്പം അതിനിടയ്ക്ക് ജന്മശനി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. എന്നാന്ന് വെച്ചാൽ മീനൻ രാശിയിലാണ് ഇപ്പോൾ ശനി നിൽക്കുന്നത്. ഈ 7ാണ്ട ശനിയുടെ കൃത്യം നടുമധ്യത്തിലാണ് ആരാണ് പൂട്ടാതിക്കാർ മീനക്കൂറും ഉത്രട്ടാതി രേവതി 2-3 നക്ഷത്രക്കാരും നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കാനുണ്ട്. അതിനുള്ള പരിപാടി ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഈ ശനിയുടെ ദ്രോഹം ഉണ്ടെങ്കിൽ പോലും വ്യാഴം ഇത്ര ഉച്ച ഭാവത്തിലേക്ക് 5ാം ഭാഗത്തേക്ക് വരുന്ന കാരണം ശനിയുടെയൊക്കെ ഉപദ്രവത്തിന് ഒത്തിരി മാറ്റം വരും. അപ്പോൾ പൊതുവെ നല്ല സമയമാണ്. അപ്പോൾ അവർക്കും ഇതേമാതിരി വേറൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ 2026 10ാം മാസത്തോടുകൂടി വ്യാഴം എങ്ങോട്ട് പോവും? ചിങ്ങത്തിലേക്ക് പോവും. അപ്പോൾ അവർക്ക് പോണത് 6ാം ഭാഗത്തേക്കാണ്. 6ാം ഭാഗത്തെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ. 5ാം ഭാഗത്തുണ്ടായിരുന്ന പല പല കാര്യങ്ങൾക്കും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. സാമ്പത്തിക വഴികൾ അടയും. പിള്ളേർ മുഖാന്തരം, മക്കൾ മുഖാന്തരം കുറച്ചൊക്കെ ദുഃഖിക്കാനിട വന്നേക്കാം. അതുപോലെ പെട്ടെന്ന് ചില രോഗങ്ങളോ ആശുപത്രി കിടപ്പോ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് കരുതിയിരുന്നോളണം. അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഈ 2027 ജനുവരി അവസാനം വീണ്ടും കർക്കിടകത്തിലേക്ക് തന്നെ പോകുമ്പോൾ വീണ്ടും മീനക്കൂറുകാർക്ക് 5ാം ഭാഗത്തേക്ക് തന്നെ വരും. അപ്പോൾ ഉണ്ടായ ക്ഷീണങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവും. പൊതുവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനക്കൂറുകാർക്ക് അവരുടെ ജീവിതത്തിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ, പൈസ ഉണ്ടാവലും മാത്രമല്ല, അല്ലെങ്കിൽ കാര്യം നടക്കലും മാത്രമല്ല, മനസ്സിനൊക്കെ വളരെ നാളായിട്ടുണ്ടായിരുന്ന ചില ആലോചനയും വിഷമവും സംഘർഷാവസ്ഥയും എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ തലയുടെ മുകളിലൊരു ഭാരമാണ്, അല്ലെങ്കിൽ എൻ്റെ നെഞ്ചത്തൊരു ഭാരം കയറ്റി വെച്ചേണ്ട മാതിരി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരുടെ ആ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുകയും
ദൈവത്തിലേക്ക് അവർക്കുള്ള ദൂരം കുറയുകയും ക്ഷേത്ര ദർശനത്തിനൊക്കെ വലിയ കാണിക്കുകയും ഗുരുവായൂരോ തിരുപ്പതിയോ ഇതുപോലെയൊക്കെ ഉള്ള വൈഷ്ണവ ആലയങ്ങളിൽ അത്ഭുതം പോലെ പോയി തൊഴുവാനുള്ള ഭാഗ്യമൊക്കെ ലഭിക്കുകയും ചെയ്യും. അതാണ് 5 നിൽക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഈ പറഞ്ഞു ഇപ്പോൾ 2 കൂറുകാരെ പറ്റിയും പറഞ്ഞു. അതിനോടൊപ്പം ഏഴരശനിയുടെ ഉപദ്രവം, ജന്മശനിയുടെ ഉപദ്രവത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ള ജ്യോതിഷനെ കൊണ്ട്, ആചാര്യനെ കൊണ്ട് ഈ ഗ്രഹനിലയൊക്കെ നോക്കിച്ച് അതിന് പരിഹാരങ്ങൾ കൂടി ചെയ്യണം, വളരെ നന്നായിരിക്കും. 2 കൂട്ടുകാർക്കും 7ര ശനി ദോഷമുണ്ട്. 7ര ശനി എന്ന് പറഞ്ഞത് വളരെ കുറച്ച് കുഴപ്പമുള്ള സംഭവമാണ്. കുംഭക്കൂറുകാർക്ക് അത് തീരാറായി. ചന്ദ്രൻ്റെ 2ലേക്ക് മാറി 2.5 കൊല്ലത്തിൽ ഏതാണ്ട് 1.5 കൊല്ലത്തോളം തീർന്നു. 100 കൊല്ലത്തോടേ ഉള്ളൂ. മീനക്കൂറുകാർക്കാണെങ്കിലോ ഈ 7ര ശനിയുടെ നടുമധ്യമാണ്, ജന്മശനി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവർ തീർച്ചയായിട്ടും ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. അതായത് വിളക്ക്, കൂവളമാല, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, ധാര, ഇത്തരം കാര്യങ്ങൾ കുറെ ഒരു 5 6 ശനിയാഴ്ച അടുപ്പിച്ച് ചെയ്താൽ തന്നെ കുറെ ഭേദമാവും. ശാസ്താവിൻ്റെ അമ്പലമാണെന്നുണ്ടെങ്കിൽ എള്ളുതിരി കത്തിക്കുക, നീരാഞ്ജനം കത്തിക്കുക, ശനിദോഷ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വ്യാഴപ്രീതിക്ക് വേണ്ടി നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവരവരുടെ രീതിക്കുള്ള കൃത്യമായിട്ടുള്ള ആരാധനയും പൂജയും സേവയൊക്കെ മതി. ആചാര്യന്മാർ പറഞ്ഞേക്കണം വേറൊരു കാര്യം എന്നാ വെച്ചാൽ വിഷ്ണുവിനെ ഭജിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തൊട്ടടുത്തുള്ള ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ കൃഷ്ണനോ രാമനോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ആ അമ്പലത്തിൽ പോയി വ്യാഴാഴ്ച തൊഴുക, ഒരു നെയ്വിളക്ക് വെക്കുക. അത് സ്വന്തം കൈ കൊണ്ട് വെക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെ പറ്റില്ല അകത്തേക്ക് നെയ്യ് മേടിച്ച് കൊടുത്താൽ മതി, ശ്രീകോവിലിൽ വെച്ചോളും. പൂർണ്ണമായിട്ടുള്ള വഴിപാട് എന്നാന്ന് വെച്ചാൽ നെയ്വിളക്ക്, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന, ഭാഗ്യസൂക്ത മന്ത്രാർച്ചന, അതുപോലെ തന്നെ പാൽപ്പായസം നെയ്യ്. ഇതാണ് ഒരു 3 പ്രാവശ്യമെങ്കിലും 3 വ്യാഴാഴ്ചയും അടുപ്പിച്ച് ആ കാര്യങ്ങൾ ചെയ്യണം. 3 പ്രദക്ഷിണം വയ്ക്കണം. വ്യാഴത്തിൻ്റെ സംഖ്യ 3 എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ വ്യാഴം സർവേശ്വരകരകനാണ്. ഏത് ദൈവത്തിനെ ഭജിച്ചാലും ഏത് മതത്തിലുള്ളവർ അതേ രീതിക്കൊക്കെ ഭജിച്ച് കഴിഞ്ഞാലും കൃത്യമായിട്ട് ദൈവത്തിനെ ഭജിക്കുന്നവരുടെ കൂടെയാണ് വ്യാഴം. ബൈബിളിൽ പറയുമ്പോൾ ദൈവത്തിനെ അറിയുന്നവനെ ദൈവം അറിയും എന്ന് പറഞ്ഞ കാര്യമാണ് വ്യാഴത്തിൻ്റെ കാര്യം. അതുകൊണ്ട് ഈ വ്യാഴാഴ്ച ദിവസങ്ങളിലുള്ള റെഡ് മീറ്റ്സ് പോലുള്ള കാര്യങ്ങൾ, ആ ഭക്ഷണങ്ങളൊക്കെ മാറ്റി കൃത്യം ചെറിയ മെഡിറ്റേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ശീലിച്ച് നാമജപം മതി. പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്നവരോട് നാമജപം സ്വസ്ഥമായിട്ട് ഒക്കെ ചെയ്ത് സർവോപരി വിഷ്ണുവിനെ കൂടി ഭജിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഈ വ്യാഴത്തിൻ്റെ മാറ്റം അനുഭവപ്പെടുന്ന ഞാൻ പ്രത്യാശിക്കുന്നു. ഇനി ആർക്കെങ്കിലും ഈ പറഞ്ഞ എന്നെക്കൊണ്ട് തന്നെ നോക്കിക്കണം, അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുടെ കോളുകളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ടാട്ടോ പ്രത്യേകം പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ തന്നെ വരണം, അല്ലെങ്കിൽ മറ്റേ സൗകര്യക്കുറവാണ്, വാട്സാപ്പിൽ തന്നെ വരണം. അപ്പോൾ എന്ത് പറയണം? ഡേറ്റ് ഓഫ് ബർത്ത്, ജനന സമയം, അതുമാതിരി നിങ്ങളുടെ ജില്ല, നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട 1 2 കാര്യങ്ങൾ അത് ചുരുക്കത്തിലിടുക. അപ്പോൾ പൂട്ടാതിക്കാർക്ക്, എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് പൂട്ടാതിക്കാരെ പറ്റിയാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് അവർക്ക് സർവ്വ രീതിയിലുള്ള ഐശ്വര്യങ്ങളും ഈ വർഷം ഭഗവാൻ മഹാവിഷ്ണു പ്രദാനം ചെയ്യട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്.